ദൈവനാമത്തിന് എപ്പോഴും മഹത്വമുണ്ടാകട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിർഭയം ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാൻ, ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ, ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാൻ വീണ്ടും ഒരിക്കൽ കൂടി ദൈവം നമ്മളെ പേര് ചൊല്ലി വിളിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം. ഈ വചനം കടന്നു ചെല്ലുന്ന എല്ലാ ഭവനങ്ങളെയും, എല്ലാ വ്യക്തികളെയും കർത്താവ് ആയ യേശു ക്രിസ്തു ഈ നിമിഷം ആ ഭവനത്തിലുള്ള ആ വ്യക്തികളിലുള്ള എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളെ, അന്ധകാര ശക്തികളെ ബന്ധിച്ച് അവിടെ നിന്നും ബഹിഷ്കരിക്കുന്നതിനും ആ ഭവനത്തെയും ആ വ്യക്തികളെയും വിശുദ്ധീകരിക്കുന്നതിനും ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-ഉം 33-ഉം തിരുവചനങ്ങൾ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. വളരെ വ്യക്തമായിട്ട് ഈശോ നമ്മളോട് പറയുകയാണ്, ആരെയെല്ലാം ഞാൻ സ്വീകരിക്കും, ആരെയെല്ലാം ഞാൻ തള്ളിക്കളയും. ഈ ലോകത്തിൻ്റെ മുന്നിൽ, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരുടെ മുന്നിൽ യേശുവിനെ എൻ്റെ രക്ഷകനും നാഥനും ദൈവവുമാണെന്ന് ഏറ്റുപറയാത്തവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുന്നിലും ഞാൻ ഏറ്റുപറയില്ല. നമ്മളുടെ രക്ഷകനും നാഥനും യേശുവാണെന്ന് നിർഭയം സാക്ഷ്യം വഹിക്കുന്ന ഏതൊരുവനെയും പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ കർത്താവും ഏറ്റുപറയും. ഈശോ അവരുടെ കൂടെ നിൽക്കും. എന്നാൽ നിന്റെ ചുറ്റുമുള്ളവരുടെ മുന്നിൽ, ഈ ലോകത്തിൻ്റെ മുന്നിൽ യേശുവിനെ നീ തള്ളിപ്പറഞ്ഞാൽ ഈശോയും സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുന്നിൽ നിന്നെ തള്ളിപ്പറയും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ നാവിനെ നിയന്ത്രിച്ചുകൊണ്ട്, സൂക്ഷിച്ചുകൊണ്ട് നാവിലൂടെ ഈശോയ്ക്ക് നിർഭയം സാക്ഷ്യം പറയാം. വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 2 ദിവസവും കൂടി കഴിഞ്ഞാൽ നമ്മൾ പെസഹ ആചരിക്കും. ഈശോയുടെ കുരിശ് ചുമന്ന് നമ്മൾ ദുഃഖവെള്ളി ആചരിക്കും. ഒരു ലജ്ജയും കൂടാതെ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതിന് പകരം വിശ്വാസത്തോടെ, ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നു, ഈശോ എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് മരിച്ചത് എന്ന് 10 പേരുടെ അടുക്കൽ പറയാൻ പറ്റൂ? ഈശോയ്ക്ക് സാക്ഷിയായി നിൽക്കുവാൻ പറ്റുമോ? എങ്കിൽ ഈശോയും നിങ്ങളെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് ഇവൻ എൻ്റേതാണെന്ന് പറയും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിൻ്റെ മുന്നിൽ യേശുവിന്
നിർഭയം സാക്ഷികളാകുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള ശക്തി തരട്ടെ, അതിനുള്ള വിശ്വാസം തരട്ടെ. ഈശോ നിൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നീ ഈശോയ്ക്ക് സാക്ഷിയായി മാറും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.